എങ്ങനെയാണ് സ്വതന്ത്ര പരീക്ഷണമാണോ നോക്കി തീരുമാനിച്ചിട്ട് പറയാം. വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ. തെലുങ്കിലെ രാഷ്ട്രീയം ടിവിയിൽ മറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ CPM എന്തായാലും അവിടെ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിനൊക്കെ ആയിരിക്കും മുദ്ര. അല്ല, നമുക്ക് തീരുമാനിക്കാം. ഇനി ഒരാഴ്ചയല്ലേ ഉള്ളൂ. ഒരാഴ്ച കൊണ്ട് നിങ്ങളോട് കാര്യം പറയാം. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. അവർ പ്രഖ്യാപിക്കുന്നതിൽ കുഴപ്പമില്ല. അതിന് ബദലാവേണ്ട കാര്യമില്ല. അതിന് ബദലാവും ഞങ്ങൾ തന്നെ പ്രഖ്യാപിക്കും. പിന്നെ എന്തിനാ ബദൽ പ്രഖ്യാപനം? പക്ഷെ എപ്പോഴത്തേക്കായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം? അത് ഞാൻ പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ പ്രഖ്യാപിക്കും. പക്ഷേ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ ഏതാണ്ട് ആ പ്രോഗ്രസ് റിപ്പോർട്ട് പൂർണ്ണമായ വിലയിരുത്തലാലും ഉപതെരഞ്ഞെടുപ്പ് കൂടിയല്ലേ? അല്ല, വിലയിരുത്തൽ ഇതുകൊണ്ടൊന്നും വിലയിരുത്തലാവില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വിജയപരാജയം കൊണ്ട് വിലയിരുത്തൽ അതിന്റെ പ്രയോജനം ഉണ്ടാവും. ഒരു സംശയം വേണം. കേരളത്തിലുടനീളം ഉണ്ടാവും അതിന്റെ പ്രയോജനം. വിലയിരുത്താൻ എന്ത് ഇനിയിപ്പോൾ ആ ഒരു കൊല്ലം പോലും ഇല്ല. പിന്നെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് അതിനെ വിലയിരുത്തൽ എല്ലാം വിലയിരുത്തും. ഞങ്ങൾ വിലയിരുത്താൻ പറഞ്ഞാലും വിലയിരുത്താൻ ഇല്ല എന്ന് പറഞ്ഞാലും എല്ലാം വിലയിരുത്തും. അതിനെന്താ ഇപ്പോൾ സംശയം? വിലയിരുത്തിക്കോ. ഞങ്ങൾക്ക് അതിലൊന്നും യാതൊരു തർക്കമില്ല. വിലയിരുത്തി പോയാൽ വലിയ അപകടം സംഭവിച്ചു എന്നൊരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. പക്ഷേ എന്നാൽ ഈ 4 വർഷത്തെ ഭരണത്തെപ്പറ്റി ജനങ്ങൾക്ക് നല്ല മതിപ്പാണ്. അതിന്റെ പ്രതിഫലനം സ്വാഭാവികമായിട്ടും എല്ലാ തെരഞ്ഞെടുപ്പിന്റെയും ഭാഗമായിട്ടുള്ളത് പോലെ അവിടെ ഉണ്ടാവും. അത്ര കണ്ടാൽ മതി. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചേലക്കര വളരെ ശക്തിയായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ, ഗവൺമെന്റ് വിരുദ്ധ വികാരത്തിന്റെ തള്ളിച്ചയാണ് കാണാൻ പോകുന്നത്. പക്ഷെ കണ്ടില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സീറ്റായതുകൊണ്ട് നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ വിചാരിച്ചത് അവിടെ വമ്പിച്ച രീതിയിലൊരു അടി ഒഴുക്കുണ്ടാവുന്നതാണ്. പക്ഷേ ഒരു അടി ഒഴുക്കും ചേലക്കര ഉണ്ടായില്ല. മാത്രമല്ല പാലക്കാട് വോട്ട് വർദ്ധിപ്പിക്കാനും കഴിയും. പക്ഷേ ഒരു കുറച്ചു നാളായിട്ട് നിലമ്പൂരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വതന്ത്ര പരീക്ഷണമാണ്. ഇത്തവണ അരിവൾ ചുറ്റിക നക്ഷത്രത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക. അത് ഞാൻ പറഞ്ഞില്ലേ, 7 ദിവസം കൊണ്ട് ഒരാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപിക്കും. പിന്നെ പരീക്ഷണമില്ലായ്മയൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പാർലമെന്റ് ജനാധിപത്യ സംവിധാനമില്ലേ, അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് മുമ്പോട്ടേക്ക് പോകാനൊരു ഒരാഴ്ച സാവകാശം മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് കൊണ്ടു. ഞങ്ങൾ നിർത്തുന്നത് 6000 പ്രമുഖരാണ്. അതിന് പ്രമുഖത നോക്കിയിട്ട് പറയാൻ അന്വേഷിക്കേണ്ട. പ്രമുഖ സ്ഥാനാർത്ഥിയായിരിക്കും മത്സര രംഗത്ത് ഇറക്കുക. അതിലൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. UDF നിന്ന് ആരെങ്കിലുമൊക്കെ വിട്ടുവരികയാണെങ്കിൽ അവരെ സ്വതന്ത്രരായിട്ട് ഉപയോഗിച്ച് അങ്ങനെ ഒരു പരീക്ഷണം സാധ്യതയുണ്ടോ? അതില്ലാത്ത കാര്യം വെറുതെ ആവശ്യമില്ലാണ് ചോദിച്ചിട്ട് എന്താ കാര്യം? അവർ വിട്ടുവരുകയോ വരാതിരിക്കുകയോ ഒക്കെ ചെയ്ത് അവരെ കാര്യമില്ലേ? അത് UDFന്റെ പ്രശ്നമാണ്. ഞങ്ങളെ സംബന്ധിച്ചത് പ്രശ്നമില്ല. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ വിഷമൊന്നും നിലമ്പൂരില്ല. അല്ല പക്ഷേ, അതായത് പാലക്കാട് സരിനെ സ്ഥാനാർത്ഥിയാക്കിയതുപോലെ ഒരു അപ്രതീക്ഷിതമായി ഒരു സർജിക്കൽ സ്ട്രൈക്ക് LDFന്റെ ഭാഗത്ത് പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം. പാർട്ടി പറഞ്ഞു ഒരാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥിയെ നിർണയിക്കും. പാലക്കാട് പോലെ ഒരു അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വെറുതെ ചോദ്യം ചേർത്തപ്പോൾ എന്തെങ്കിലും ഉത്തരം കിട്ടുമെന്ന് ധരിക്കണ്ട. അത് എത്രയോ കൊല്ലത്തെ ശീലമുണ്ടല്ലോ. കൃത്യമായ ഉത്തരം ഞാൻ പറഞ്ഞത് 7 ദിവസം കൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കും. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ പാലക്കാട് പരീക്ഷണമാണോ അതുപോലെ വേറെ ഏതെങ്കിലും പരീക്ഷണമാണോ എന്ന് നോക്കേണ്ട കഴിയാതുണ്ട്. കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകും. അല്ല, നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ 7 ദിവസം കൊണ്ട് പ്രഖ്യാപിക്കും. നിലമ്പൂരെ സ്ഥാനാർത്ഥിയെ 7 ദിവസം കൊണ്ട് പ്രഖ്യാപിക്കും. ചോദിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കാര്യവുമില്ല. വലിയ രീതിയിലുള്ള അസംതൃപ്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവരൊക്കെ ചില ആൾക്കാർ LDFിലേക്ക് വരാനുള്ള താല്പര്യങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നതൊക്കെയുള്ള LDFിലേക്ക് ഇനിയും ഒരുപാട് ആളുകൾ വിവിധ മേഖലയിൽ നിന്ന് വരും. അതിന് യാതൊരു സംശയവും വേണ്ട. കാരണം UDF എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു കീറാമുട്ടിയായിട്ട് നിൽക്കുകയാണ്. സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആൾ മുഖ്യമന്ത്രിയാവാൻ നടക്കുന്നുണ്ട്, ഒരാൾ മുഖ്യമന്ത്രി ആവേണ്ടി വരില്ല എന്ന് പറയാൻ ഞാനല്ലോ പറഞ്ഞത്, സുധാകരനല്ലേ.